എന്തത് ഡ്രസ്സുകളൊക്കെ തയ്ക്കണ്ടല്ലോ, എങ്ങോട്ടേലും പോവാൻ നിൽക്കുക? എങ്ങോട്ടും പോകണമെന്നില്ലമ്മ. ഞാൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇക്കാടെയും കുറച്ച് ഡ്രസ്സുകൾ തയ്ച്ച് വെക്കാൻ വിചാരിച്ചു. ഇപ്പോൾ പെട്ടെന്ന് എങ്ങാനൊക്കെ എങ്ങോട്ടേലും പോവാന്ന് പറഞ്ഞാൽ അപ്പം ആ നേരത്തെ തയ്ക്കാൻ നിൽക്കണ്ടല്ലോ വെച്ചിട്ടാണ്. അല്ല, ഇപ്പോൾ എവിടേക്ക് കൊണ്ടുപോകാനവന്? എനിക്കും തോന്നണില്ല അവൻ എങ്ങോട്ടേലും കൊണ്ടുപോകും എന്നുള്ളത്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാലേ, ആദ്യത്തെ അവൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നും യാത്രയായിരുന്നു. ഇനി പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല, അത്രത്തോളം അവർ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കും അവരോട്, നിങ്ങൾക്ക് എന്ന് ഈ അടിച്ച് പൊളിച്ച് കിടന്നാൽ മതിയോ, ജീവിക്കൊന്നും വേണ്ടേ ചോദിക്കും ഞാൻ. അവർക്ക് തന്നെ അറിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. എത്ര പൈസ കൊണ്ടേ കളഞ്ഞേക്കെന്ന് അറിയോ? ഇന്ത്യ രാജ്യം മുഴുവൻ പോയി കറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അവസാനം എന്തായി? എനിക്കും തോന്നണില്ല അവൻ ഇനി വീണ്ടും പൈസ കളഞ്ഞിട്ട് ഈ രാജ്യം മുഴുവൻ കറങ്ങി നടക്കുന്നെന്ന്. പിന്നെ നോക്കി നോക്ക്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞില്ലേ? ഇതുവരെ അവൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കുടുംബക്കാരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടില്ല. അതന്നെ ഞാൻ എത്ര പറയുന്നുണ്ടെന്ന് കൊണ്ടുപോടാന്നുള്ള കാര്യം. ഇനിയിപ്പോൾ അവൻ എങ്ങോട്ടേലും പോകുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയുമല്ലോ, അപ്പം അതൊക്കെ തേച്ച് വെച്ചാൽ മതി. എന്തിനിപ്പം തന്നെ തേച്ച് വെക്കണേ? കറണ്ട് ബില്ലുകളും നമുക്ക് ലാഭിക്കാമല്ലോ. അല്ല, അവിടെ എങ്ങനെയായിരുന്നു? നിന്നെ ആദ്യം കല്യാണം കഴിച്ചു കൊടുത്ത് കെട്ടിയ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്ത് കൊണ്ടുവരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പോവാറില്ല. ആ ആ അല്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ എന്നോട് ചോദിച്ചു എന്നുള്ളൂ. അല്ല, നീ ആ കൂട്ടാൻ തേങ്ങ അരച്ചിട്ടല്ലേ വെച്ച്? ആ അമ്മ, തേങ്ങ അരച്ചിട്ട് തന്നെ വെച്ച്. അവൻ എപ്പോഴും കൂട്ടാൻ വെക്കുമ്പോൾ തേങ്ങ അരച്ചിട്ട് തന്നെ വെക്കണം. എന്നേലും ഒരു ദിവസം എന്തെങ്കിലും തട്ടിക്കൂട്ട് കൂട്ടാൻ വെച്ചാണ്ടല്ലോ, അന്ന് പിന്നെ പറയും വേണ്ട. പിന്നെ അൻസിലുണ്ടായിരുന്ന സമയത്ത്, അൻസിലാരാ മനസ്സിലായില്ലേ? അവൻ്റെ ആദ്യത്തെ അവളുണ്ടായിരുന്ന സമയത്ത് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുള്ളൂ, അപ്പത്തിന് അവൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടും എല്ലാം മനസ്സിലാക്കി വെച്ചേക്കണം. അതിനൊക്കെ അവളെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്നോട് നല്ല ഇഷ്ടമായിരുന്നു. എന്തെങ്കിലും ഫോണിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണ കണ്ട് കഴിഞ്ഞാൽ ഓടിക്കൊടുന്ന് എൻ്റെ അടുത്ത് കാണിച്ചിട്ട് പറയും, അമ്മ നമുക്കിത് ഉണ്ടാക്കിയാലോ പറയും. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ അവളുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്നെ ഇടയ്ക്ക് കൊണ്ടുപോകും കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് പറയാൻ 100 നാവാ. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇരുന്ന് പറയും. അല്ല, ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും കേട്ടോ, ഒരു കുറ്റവും പറയില്ല. നല്ല ഇഷ്ടമാണ് പറഞ്ഞിട്ട് കഴിക്കും. അത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു. അല്ല, ഇപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളൊന്നും ഇല്ല, അങ്ങനെ കിട്ടാൻ തന്നെ പാടാ. അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും എന്ത് രസത്തിലെ വർത്താനം പറയുക. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവളെ. അല്ല, പറഞ്ഞിട്ട് ഇപ്പം എന്താ, എന്നെ പങ്കെനിക്ക് അവളുടെ കൂടെ ജീവിക്കാനുള്ള യോഗം ഇല്ല, അതന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ല, അതുകൊണ്ട് ഇപ്പം എന്താ, നിനക്ക് ഇങ്ങോട്ട് വരാനും അവൻ്റെ കൂടെ ജീവിക്കാനും പറ്റിയില്ലേ? അതന്നെ വലിയൊരു ഭാഗ്യം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ നല്ല ആൾക്കാരാട്ടോ, നല്ല സഹകരണം ഒത്തൊരുമയുള്ള ആൾക്കാരാ. നീ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഒരു കുടുംബത്തേക്ക് നിനക്ക് വരാൻ പറ്റിയല്ലോ, അതന്നെ നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്താ ഉണ്ടായിനാവോ, കാലിൻ്റെ മുട്ട അങ്ങോട്ട് വേദന. ഇനിയിപ്പോൾ 1-2 ആഴ്ച തന്നെയാവും തൈലവും പിടിച്ച് നടക്കണം. എന്തപ്പം ഉണ്ടായി? എന്തമ്മ, എന്താ പറ്റി? എന്താ അറിയില്ല, കാലിൻ്റെ മുട്ടയെ നല്ല വേദന. ആദ്യം ഉണ്ടായിരുന്നു എനിക്ക്, പിന്നെ അത് മാറിയതായിരുന്നു. ഇപ്പം എന്താ ഉണ്ടായി എന്ന് അറിയണില്ല. കാല് ഉളുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? എവിടെയും തട്ടിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. ഞാനൊക്കെ അത്രയും ശ്രദ്ധിച്ചിട്ടേ നടക്കാറുള്ളൂ. നമ്മളൊക്കെ വീണ നമ്മളെ നോക്കാനൊക്കെ ആരാ ഉള്ളത്? ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ, ഞാൻ കുറേ ആയിട്ട് എൻ്റെ തുണികളൊന്നും കഴുകാറില്ല, ഒക്കെ അൻസിലാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഇന്നലെ അതൊക്കെ ഒന്ന് കഴുകി, അതപ്പം ഉണ്ടായിരുന്നു തോന്നണം. അപ്പം ഉമ്മക്ക് എന്നോട് പറയായിരുന്നില്ലേ ഞാൻ ചെയ്യായിരുന്നു? എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ കാണുന്നുള്ളത്. ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞ് ചെയ്യിക്കാറില്ല, ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ വിചാരിച്ചിരിക്കും. അവളും അങ്ങനെ തന്നെയായിരുന്നേ. എനിക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അവരുടെ തിരുമ്പണ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തിരുമ്പി അലക്കി മടക്കി എൻ്റെ അലമാറയിൽ കൊടുന്നേക്കും. പിന്നെ ഞാൻ അതൊന്നും പറഞ്ഞ് ചെയ്യിക്കാറില്ല, ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ വിചാരിച്ച് ഞാൻ ഇരിക്കും അവിടെ. പിന്നെ ഇപ്പോഴത്തെ പോലത്തെ സുഖമൊക്കെ പണ്ടുണ്ടോ? ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടേക്കണു. കല്ലേറ്റാൻ പോയിട്ടുണ്ട്, വിറകേറ്റാൻ പോയിട്ടുണ്ട്, അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വേദന എപ്പോഴാവും വരുന്നുണ്ടാവുക. പിന്നെ എൻ്റെ ജീവിതത്തിലൊരു സുഖം ഉണ്ടായത് എൻ്റെ മകൻ്റെ കല്യാണ ശേഷമായിരുന്നു. എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ലായിരുന്നു അവൾ. നല്ല ഇഷ്ടമായിരുന്നു എന്നെ. ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക.
അല്ലെങ്കിലും പടച്ചോൻ നല്ലതൊന്നും അധിക കാലം വാഴിക്കില്ലല്ലോ. ഇനി ഇങ്ങനെയുള്ള പണികളൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ ചെയ്തോളാം. ഞാൻ ആരും നിർബന്ധിക്കാനും നിൽക്കണില്ല. ആ ഹലോ, നീ എവിടെ? നിന്നെ എത്ര ദിവസമായി കണ്ടിട്ട്? നിന്നെ വിളിക്കുമ്പോൾ നീ പറയും ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ വരാമെന്ന്. ആ അന്ന് വരുമോ? അതെ, ആ എന്നാ വായ. ആ എവിടെ വിളി? ഞാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു പരാതി വേണ്ട. ആ ഇവിടെ തന്നെ ഇരിക്കണ്ടോ? എന്നെ നോക്കിയിരിക്കുക. ആ ഈ എത്തിയോ? ഇവിടെ കയറി വാ. നീ 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. ഇനി അതിൻ്റെ പേരിൽ നിനക്കൊരു പരാതി വേണ്ട. അല്ല, അനക്ക് എന്തെങ്കിലും വരാനൊരു മടി? എത്ര ദിവസമായി എന്നെ ഞാൻ വിളിക്കണു? നീ ഇത് കേട്ട കുട്ടിയെ, ഇവളെന്നെ വിളിച്ചൊരു സൗകര്യം തന്നിട്ടില്ല. ഇന്ന് വരുമോ, നാളെ വരുമോ, മറ്റന്നാൾ വരുമോ വെച്ചിട്ട് ഒരു പൊറുതി തന്നിട്ടില്ല. അല്ല, നിനക്കെന്നെ മനസ്സിലായോ? അന്നൊക്കെ അവൾക്കറിയാം. നീ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരമ്മായി വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഞാൻ നിൻ്റെ ഉമ്മാടെ ഉറ്റ കൂട്ടുകാരി മാത്രമല്ല കേട്ടോ, അവളുടെ മൂത്താപ്പാടെ മോളും കൂടി ഞാനും അവളും കൂടി 2 ദിവസത്തെ എന്താ വ്യത്യാസമുള്ളൂ. അങ്ങനെ ജനിച്ചത് തന്നെ. ഒരുമിച്ച് പഠിച്ചു, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചു, ഒരു ദിവസം കല്യാണം കഴിഞ്ഞു. അല്ലേടി? പിന്നെ കുട്ടിയെ, ഞാൻ എൻ്റെ കൂട്ടുകാരിനെ പൊക്കി പറയല്ല. നീ ഇങ്ങോട്ട് വന്നതുണ്ടല്ലോ നിൻ്റെ ഭാഗ്യമാണ്. നിനക്കിനി ഇതുപോലൊരു വീടും വീട്ടുകാരും കിട്ടാൻ പോണില്ല. നിൻ്റെ ഉമ്മാക്കുണ്ടല്ലോ മരുമക്കൾ എന്ന് വെച്ചാൽ ജീവനാ, കൈവെള്ളയില കൊണ്ടുപോയി നടക്കുക. ആദ്യം ഉണ്ടായിരുന്ന ആ കുട്ടിയില്ലേ, അവളെ എന്തൊരു ഇഷ്ടമായിരുന്നു വെച്ചിട്ടാ. അങ്ങനെയാണ് അതിനെ കൊണ്ടു നടന്നിരുന്നത്. എന്താ ചെയ്യുക, ഇതിനുള്ള യോഗമൊന്നുമില്ല. പിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം, ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ ഈ പരിസരത്തില്ല. എൻ്റെ മക്കളോടടക്കം ഞാൻ പറയും അവനെ കണ്ടുപഠിക്കണം, അവൻ്റെ സ്വഭാവം കണ്ടുപഠിക്കണമെന്ന്. നിന്നെ പൊന്നുപോലെ നോക്കും അവൻ. ആ കാര്യത്തിൽ നീ പേടിക്കേ വേണ്ട. അത് ശരിയാ, നോക്കും. അല്ല, എന്നാലും നീ എന്ത് പണിയാണ് കാണിച്ചേ? കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് പോകാൻ നിൽക്കാണ്ട് നീ എന്താ വേഗം പോയി? അനക്കിത് പറഞ്ഞാൽ മതി. എൻ്റെ കുട്ടിയെ ഇത് കേൾക്കണം. എനിക്കവിടെ അല്ലറ ചില്ലറ കുറച്ച് കൃഷികളുണ്ട്, കുറച്ച് പച്ചക്കറികൾ, പിന്നെ ഒരു പശുവും കുറച്ച് കോഴികളും ഉണ്ട്. അവർക്ക് പുല്ലും തീറ്റൊക്കെ കൊടുക്കണ്ടേ? കല്യാണത്തിന് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ വൈകുന്നേരത്തെ ആ പശുവിനെ കറക്കാനൊക്കെ ഉണ്ട്. പിന്നെ തോട്ടം നനയ്ക്കാനും പോകണം. ഇതൊക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ട് എങ്ങനെ ഞാൻ വിരുന്നിന് വരിക? ഇതന്നെ അവൾ വിളിച്ച് സൗകര്യം കെടുത്തിയിട്ടാണ് വന്നത്. ഇന്ന് വരുമോ നാളെ വരുമോ ചോദിച്ചു, ഒരു സൗകര്യം തന്നിട്ടില്ല. പിന്നെ കല്യാണത്തിന് വന്നപ്പോൾ അതേ നിൽക്കാനും പറ്റിയില്ലല്ലോ. അപ്പം ഇന്ന് വന്ന കുട്ടീനെ ഒന്ന് കാണാലോചിച്ചിട്ട് വന്നതായിരുന്നു. ഇപ്പം ഞാൻ അവിടെ ഇരിക്കണമെന്നുള്ളൂ കേട്ടോ, മനസ്സ് മുഴുവൻ അവിടെ. എപ്പോഴാണ് വിളി വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നന്നായി ഇരിക്കും, ഞാൻ ചായ വെച്ചിട്ട് വരാം. വേണ്ട മോളെ, ഇനിയിപ്പോൾ ചായ ഒന്നും വയ്ക്കാൻ നിൽക്കണ്ട, ഉച്ചയാവാനായില്ലേ. അല്ലടി, അൻസിലുണ്ടെങ്കിലേ എൻ്റെ തലവട്ടം അവിടുന്ന് കണ്ടാൽ തന്നെ ഓടിപ്പോയി ചായ വെള്ളം എന്താച്ച മേശയമ്മ കൊടുന്ന് വയ്ക്കൂലേ. അല്ലെങ്കിൽ നിനക്ക് അവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്, അതെനിക്കറിയാം. അത് പിന്നെ പറയില്ലേ, അവൾ നല്ല സ്നേഹമുള്ളവളായിരുന്നേ. ഇത് കേൾക്കണം മോളെ, ഞാനിങ്ങോട്ട് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്നിട്ട് പോവാന്നുള്ളതിലായിരിക്കും വരിക. അവൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ വിടുന്നില്ല. അമ്മായി ഇവിടെ നിൽക്ക് പറഞ്ഞ ഒരു സൗകര്യം തരില്ല. നമ്മൾ നല്ലത് തന്നെ പറയണ്ടേ? എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് കുറ്റം പറയാൻ നിൽക്കണേ? നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയണ വെച്ചാൽ ഇവർക്ക് അതിനുള്ള യോഗമില്ല, അത്ര തന്നെ. അല്ല, നീ എന്താ ആദ്യം കല്യാണം കഴിച്ചു കൊടുത്ത് നിൽക്കാണ്ടിരുന്ന്? അതവിടുത്തെ ശ്രീധനം പോരാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഓരോ കുത്തുവാക്കുകൾ പറയലായിരുന്നു. ഇതിപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്ത്രീധനം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ആ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് സുഖമായിട്ട് ജീവിക്കാനല്ലേ, അല്ലാണ്ട് ആ തന്തയ്ക്കും തള്ളയ്ക്കും തിന്നാൻ വേണ്ടിയിട്ടല്ലല്ലോ. അല്ല, അമ്മായിമ്മ മാത്രമായിരുന്നു പ്രശ്നക്കാരി? മാപ്പിള എങ്ങനെയായിരുന്നു? നല്ല സ്വഭാവമായിരുന്നു? അവർക്ക് ആദ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് ശ്രീധനത്തിൻ്റെ പേരിൽ തന്നെ തല്ലാനും ഇടിക്കാനൊക്കെ തുടങ്ങി. അതൊന്നും അത്ര വലിയ കാര്യമല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്. ഭർത്താക്കന്മാരെന്തേലും പറഞ്ഞു ഒരു അടി കൊടുത്താൽ അപ്പത്തിനും പണിയും വീട്ടിലേക്ക് വരും, ഡിവോഴ്സാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കാലത്തൊക്കെ നമ്മൾ എത്ര അടിയും തൊഴിയും കൊണ്ടിട്ടുണ്ടെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. എത്ര ത്യാഗം സഹിച്ചേക്കണം. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ വീട്ടിലത്തെ കാര്യങ്ങളും പുറത്തെ പണികളൊക്കെ ഉള്ളതല്ലേ. അപ്പം എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോൾ അവരങ്ങനെയൊക്കെ ചെയ്യും. അവർക്ക് ഭാര്യമാരുടെ അടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ തെറ്റിപ്പണങ്ങിയിട്ട് പോവുക. പിന്നെ ഒരു വയസ്സും പ്രായമൊക്കെ ആകുമ്പോൾ അതൊക്കെ മാറും. എനിക്കറിയാം എൻ്റെ കുട്ടിയെ, ഞാനൊക്കെ എൻ്റെ കെട്ടിയനോട് കാണിച്ചത് എന്താ എനിക്ക് തന്നെ അറിയുള്ളൂ.
ഓ ഇപ്പം ഞാൻ വരച്ച വരയിൽ അവർ നിൽക്കും. അങ്ങനെ ആയിക്കണു ഇപ്പോൾ. അല്ല അതല്ല ഞാൻ ചോദിക്കണതേ, ഈ കണക്കിന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടിയും കിടക്കി എടുത്തിട്ട് വീട്ടിലേക്ക് പോവോ? ഏ ആ ഇതാപ്പം നന്നായത്. ആദ്യത്തെ മരുമോൾ ഇട്ടിട്ട് പോയ നാണക്കെട് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഇതിപ്പോൾ അതിന് മേലെയാവോ? ഒന്ന് നിർത്തണുണ്ടോ? കുറെ നേരമായി തുടങ്ങിയിട്ട് രണ്ടാളും. നിങ്ങൾ എവിടേക്ക് ഈ പറഞ്ഞു പോണ്? നിങ്ങളുടെ ആദ്യത്തെ മരുമോൾ നിങ്ങളുടെ മകനെ പറ്റാണ്ട് നല്ലൊരാളെ കണ്ടപ്പോൾ ഇറങ്ങി പോയതല്ലേ? ഇതൊന്നും ഞാൻ അറിയില്ല വിചാരിച്ചോ? എന്നിട്ട് അവളെ പൊക്കി പൊക്കി തലയിൽ ഏറ്റു വെക്കണു. 45-ാമത്തെ വയസ്സിലേ നിങ്ങളുടെ മകനൊരു ജീവിതം കൊടുത്താണ് ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് നല്ല കല്യാണാലോചനകൾ വന്നു തന്നെയായിരുന്നു. അത് 2ാം ഘട്ടം എന്നല്ല, ആദ്യത്തെ ഘട്ട്. ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരാൾ മതിയെന്ന്. കാരണം ഞാനും ഡിവോഴ്സായിട്ട് നിൽക്കല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ സമ്മതിച്ചത്. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അമ്മായിയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇടപെടാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. വെറുതെ ആവശ്യമില്ലാണ്ട് ഇവിടെ വന്ന് ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാ ഞാൻ ആരാന്ന് നിങ്ങളറിയോ? അല്ലാടി എന്താ നിന്റെ മരുമോളിങ്ങനെ ഭയങ്കര സാധനം കേട്ടോ, നീ ഒന്ന് സൂക്ഷിച്ചോ. അവളെ പണ്ടെന്താ കാര്യം? ഒരു കാര്യമില്ല, നമ്മളെ പറഞ്ഞാൽ മതി. നമുക്കിത് എന്തിൻ്റെ കടയായിരുന്നു? ഒന്ന് മുട്ടി നോക്കിയതാ, നടക്കില്ല, രക്ഷയില്ല കേട്ടോ.